അച്ഛനോട് ഉള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു അവയവമാണ് എന്നിലിരിക്കുന്നത്. അച്ഛൻ കാരണമാണ് എൻ്റെ ഭർത്താവ് ഇപ്പം ജീവിച്ചിരിക്കാൻ തന്നെ. അത്ര നന്ദി പറയാൻ പറ്റിയല്ല, കാരണം അതുപോലെയാണ്. ഏറ്റവും കുഞ്ഞത് ഇപ്പം പറയും വക്കച്ചനച്ഛൻ്റെ കിഡ്നി അല്ലേ അച്ചാച്ചന് കൊടുത്തത്, എന്നിട്ട് അച്ചാച്ചൻ്റെ കിഡ്നി വക്കച്ചനച്ഛനെ വെച്ചിരിക്കുമല്ലോ, അതുപോലെ എനിക്കും അങ്ങനെ കൊടുക്കണം. ഓപ്പറേഷൻ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ദിവ്യ ആരാധന നടത്തുന്നുണ്ടായിരുന്നു. നമുക്കായി മുറിഞ്ഞവനെ അനുകരിച്ച് അപരനായി മുറിഞ്ഞ സ്നേഹം, അതാണ് തലശ്ശേരി അതിരൂപതയിലെ കള്ളാർ ഉണ്ണിമിശിഹ ദേവാലയ വികാരിയായ ഫാദർ ജോർജ് പഴയപറമ്പിൽ. 2 കിഡ്നിയും പ്രവർത്തനരഹിതമായി മരണത്തോട് മല്ലടിച്ച ജോജോ എന്ന കുടുംബനാഥനെ സ്വന്തം കിഡ്നി മുറിച്ചു നൽകിയാണ് ജോർജ് അച്ഛൻ ജീവിതത്തിലേക്ക് മടക്കി വിളിച്ചത്. രണ്ടായിരത്തി 19 കിഡ്നി രോഗം ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അതിനുശേഷം കുറേ ചികിത്സകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി. അങ്ങനെ 2020 ഡയാലിസിസ് ആരംഭിക്കേണ്ടി വന്നു. ഡയാലിസിസ് തുടങ്ങി ആഴ്ചയിൽ 3 തവണ വീതം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കിഡ്നി മാറ്റിവെക്കുകയല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അല്ലെങ്കിൽ ഈ ഡയാലിസിസ് മാത്രമേ തുടരാനേ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ആദ്യം എൻ്റെ സഹോദരി, എനിക്ക് ഒരു സഹോദരിയാണുള്ളത്, സഹോദരി കിഡ്നി തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സഹോദരിയുടെ കിഡ്നി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അവിടുന്ന് അറിയിച്ചു. അതിനെ തുടർന്ന് പിന്നെ എൻ്റെ ഭാര്യയുടെ കിഡ്നി വേറെ ബ്ലഡ് ഗ്രൂപ്പ് വേറെയാണ്, എങ്കിലും അത് ഇങ്ങനെ നോക്കാമെന്ന് പറഞ്ഞ് അത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് എനിക്കൊരു വിധത്തിലും ചേരുകയില്ലെന്ന് പറഞ്ഞു. ഒരു ദിവസം പെട്ടെന്ന് അച്ഛൻ വന്നിട്ട്, അതായത് ദൈവം തന്നെ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. കിഡ്നി തരാം, എൻ്റെ കിഡ്നി തരാമെന്ന് പറയുകയും, അത് കേട്ടപ്പോൾ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. അത്ര നന്ദി പറയാൻ പറ്റിയല്ല, കാരണം അതുപോലെയാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ അതുകൊണ്ടായി. ഞാൻ കഴിഞ്ഞ ജൂലൈ 28 എൻ്റെ കിഡ്നി ഈ ജോജോ ചേട്ടനാണ് ഞാൻ കൊടുത്തത്. അപ്പം ഞാൻ വിചാരിക്കുന്ന ഇദ്ദേഹത്തിന് ഈ കിഡ്നി ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മക്കളുടെയും വലിയൊരു പ്രാർത്ഥനയിലൂടെ, അവരുടെ വിശ്വാസത്തോടെ പ്രാർത്ഥന ശരിക്കും ഞാൻ കണ്ടെത്തി ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി പറയുകയാണ് ചെയ്തത്, ഞാൻ എൻ്റെ കിഡ്നി തരാമെന്ന്. ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം മറ്റങ്ങ് അസ്തമിച്ചിരിക്കുമ്പോൾ എന്ന സമയത്താണ് നമ്മുടെ ഇടവകയിലെ ജോബിനച്ഛൻ മുഖാന്തരം വക്കച്ചനച്ഛൻ വീട്ടിൽ വന്നിട്ട് കിഡ്നി തരാമെന്ന് പറയുന്നത്. അന്നേരം ഞങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ദൈവദൂതൻ നേരിട്ടിറങ്ങി വന്നിട്ട് നമ്മളോട് പറഞ്ഞതുപോലെയാണ് അന്നുണ്ടായ ഒരനുഭവം. ഇപ്പം അച്ഛൻ കാരണമാണ് എൻ്റെ ഭർത്താവ് ഇപ്പം ജീവിച്ചിരിക്കാൻ തന്നെ ഉള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു രക്ഷയും മാർഗമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്കിപ്പം സ്വന്തം കൂടപ്പിറപ്പ് തന്നെയാണ്. അച്ഛനോട് ഉള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു അവയവമാണ് എന്നിലിരിക്കുന്നത്. അപ്പം പിന്നെ അതിനൊരു ബന്ധം നമുക്ക് പറയാൻ പറ്റില്ല, അത്ര ഇതാണ്. കാരണം അച്ഛനത് തയ്യാറായില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഇരിക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ എനിക്കും ഒരു പ്രാർത്ഥനയിലൂടെ തോന്നി ഇങ്ങനെ ചെയ്തേക്കാമെന്ന്. അപ്പം ഞാനിങ്ങനെ അച്ഛനോട് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങി എനിക്ക് ആദ്യമായി ഞാൻ കിഡ്നി ദാനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ഒരു സ്ത്രീക്ക് വേണ്ടിയായിരുന്നു.
അവർ കുറച്ച് സാമ്പത്തിക അങ്ങനെ കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് സാമ്പത്തികമായ യാതൊരു ഇടപാടുകളും ഇല്ല എന്ന്. അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ രണ്ടാമത് മറ്റൊരു വ്യക്തിക്ക് വേണ്ടി തയ്യാറായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് വേറൊരാളിങ്ങനെ കൊടുക്കാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ എന്നോട് ഇങ്ങനെ പറയുന്നത്, കുന്നക്കാട് ഒരു സഹോദരനുണ്ട്, നമുക്കതിനെക്കുറിച്ച് ആലോചിച്ചാലോ എന്ന്. അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു തയ്യാറാണ്. അങ്ങനെ കുന്നക്കാട് വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട ജോബിൻ വെള്ളരിങ്ങാട്ടച്ഛനെ സനൽ അച്ചാണ്ടി അച്ഛനെ വിളിച്ച് പറയുകയുണ്ടായി, ഒരു അച്ഛൻ അദ്ദേഹത്തിന് കിഡ്നി കൊടുക്കാൻ വേണ്ടി തയ്യാറാണെന്ന്. അങ്ങനെ ഞാനും അച്ഛനും കൂടെ സനലച്ഛനും കൂടെ ഈ കൊന്നക്കാട് ഇടവകയിൽ ചെല്ലുന്നു. അപ്പോഴാണ് അച്ഛൻ അറിയുന്നത് ഇന്നയാളാണ്, ഞാനാണ് കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന വ്യക്തിയെന്ന്. അങ്ങനെ ഞങ്ങൾ 3 അച്ഛന്മാരും കൂടെ ആദ്യം പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ജോജോമോൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു, സംസാരിക്കുന്നു. അവസാനം പറയുകയാണ്, ഞാൻ എൻ്റെ കിഡ്നി ജോജോമോന് തരാമെന്ന് ഇങ്ങനെ പറയുകയുണ്ടായി. അങ്ങനെ ആദ്യത്തെ പ്രാരംഭഘട്ടമെല്ലാം കഴിഞ്ഞു. പിന്നെ ഇതിന് കിഡ്നി കൊടുക്കുന്നതിന് കുറേ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പേപ്പർ വർക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ കുറേ ടെസ്റ്റും കാര്യങ്ങളും പിന്നെ ക്രോസ് മാച്ചിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഏറ്റവും ഭംഗിയായി തന്നെ ചെയ്യുവാനായിട്ട് സാധിച്ചു. അച്ഛൻ വന്ന് എൻ്റെ ഇടവക ജോബിനച്ഛനെയും സനലച്ഛൻ്റെയും കൂടെയാണ് അച്ഛൻ വീട്ടിൽ വന്നത്. വീട്ടിൽ വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ കിഡ്നി തരാൻ വേണ്ടി തയ്യാറാണ്, ഓ പോസിറ്റീവാണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രതീക്ഷയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നും ഞാൻ എൻ്റെ കിഡ്നി തരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നോക്കി എനിക്ക് കാണുവാനാണ് സാധിച്ചത്. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ പല ഓപ്പറേഷന് പലരും കൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നു, എങ്കിലും അത് സാധ്യമായില്ല. ക്രോസ് മാച്ച് വരെ എത്തി, അത് സാധ്യമായിട്ടില്ല. അതുപോലെ തന്നെ ഞാനിത് കൊടുക്കാൻ തയ്യാറായതിനു ശേഷവും അദ്ദേഹം ഒരിക്കൽ ഫോൺ വിളിച്ചു വെച്ചാൽ ഇക്ര ഹോസ്പിറ്റലിൽ നിന്നൊരു ഫോൺ കോൾ വന്നിട്ടുണ്ട്, ഒരു മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിയുടെ കിഡ്നി ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളുക. അങ്ങനെ അവർ അവിടെ പോവുകയുണ്ടായി. പക്ഷേ അതും ക്രോസ് മാച്ച് ഓക്കെ ആയില്ല. പക്ഷേ അതിനുശേഷം ഈ എല്ലാ കാര്യങ്ങളും എൻ്റെ ക്രോസ് മാച്ച് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണമായ ഒരു സന്തോഷം ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ജൂലൈ 28-ാം തീയതി രാവിലെ വക്കച്ചനത്തിൽ തന്നെ കുർബാന ചൊല്ലുന്നതിൻ്റെ അവിടെ ഞാനും ഭാര്യയും പോയി. ഞങ്ങൾ കുർബാന ചൊല്ലി അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുർബാന സ്വീകരിച്ചിട്ടാണ് ഓപ്പറേഷന് പോയത്. ആ സമയത്തെല്ലാം ഈ വക്കച്ചനച്ചൻ്റെ ഇടവകയിലെയും എൻ്റെ കൊന്നക്കാട് ഇടവകയിലെയും എല്ലാ ആൾക്കാരും പ്രാർത്ഥനയും എല്ലാ സഹായങ്ങളും ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഓപ്പറേഷൻ പൂർത്തിയാകുകയും ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ നല്ല സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഒത്തിരിയേറെ ദൈവ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഞാനിങ്ങനെ തീരുമാനം എടുത്തപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇങ്ങനെ ഓപ്പറേഷന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പള്ളിയിൽ മറ്റച്ഛന്മാരെ ആരെങ്കിലും ഏൽപ്പിക്കേണ്ടതായിട്ട് വരുമെന്ന്. അപ്പം ഞാൻ പിതാവിനോട് ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, പിതാവിൻ്റെ അനുവാദം മേടിക്കണം. പിതാവിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പിതാവ് എനിക്ക് അനുവാദം തന്നു. അപ്പോൾ എന്നെ ഇടവകയെ സഹായിക്കുവാൻ വേണ്ടി ഇവിടെ തൊട്ട് എൻ്റെ കള്ളാർ ഇടവകയിൽ തന്നെ ഒരു ധ്യാന കേന്ദ്രമുണ്ട്, OSH അച്ഛന്മാരുടെ ധ്യാന കേന്ദ്രം. അവിടുത്തെ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ധൈര്യമായിട്ട് പോയിക്കൊള്ളുക, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അച്ഛൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കന്നിയിലടക്കം ഇടവക അവിടെ OSB അച്ഛന്മാരുണ്ട്, ബെനഡിക്റ്റ് അച്ഛന്മാർ, അവരും ആ ഇടവകയെ സഹായിച്ചു. അങ്ങനെ 2 അച്ഛന്മാർ 2 പള്ളികളും യാതൊരു മുടക്കവുമില്ലാതെ എല്ലാ കാര്യങ്ങളും അവർ ഭംഗിയായി നിർവഹിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ഒത്തിരിയേറെ പേരുടെ സഹായവും അനുഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ പാടെയും എനിക്ക് സഹായമായിട്ട് CST ആലുവ പ്രൊവിൻസിലെ CST അച്ഛന്മാർ, അവിടുത്തെ പ്രൊവിൻഷ്യൽ അച്ഛനായ ഫ്രാൻസിസ് അച്ഛനും അതുപോലെ തന്നെ പ്രൊക്യൂറേറ്റർ അച്ഛനായ അലക്സ് അച്ഛനും, ഇവരൊക്കെ എനിക്ക് പൂർണ്ണമായ സപ്പോർട്ടായിരുന്നു. ഞാൻ എപ്പോഴൊക്കെ അവിടെ ആശുപത്രി ചികിത്സയ്ക്ക് വന്നു ഇവരെനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് നിർവഹിച്ചു തന്നു. എനിക്ക് എന്നെ സ്വന്തം അനുജനെ പോലെ കണ്ടുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാനും, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ എന്നെ കൂട്ടാൻ വേണ്ടിയും തിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവിടുവാനും തിരിച്ചെന്നെ സ്റ്റേഷനിൽ കയറ്റി വിടുവാനും എല്ലാം വളരെ വലിയേറിയ സഹായങ്ങൾ എനിക്കുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒത്തിരിയേറെ വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വേദന പോലും എനിക്ക് തമ്പുരാൻ്റെ വലിയ ഇടപെടലിലൂടെ അതൊരു ആശ്വാസമായി മാറി.
ഓപ്പറേഷൻ കഴിയുന്നതോട് കൂടിയിട്ട് പ്രാർത്ഥനയിലായാലും നല്ല ഒരു സജീവമായിട്ടാണ് ഉള്ളത്. സന്ധ്യപ്രാർത്ഥന ഞങ്ങൾ മുടക്കാറില്ല. ആശുപത്രിയിൽ പോകുന്ന സമയത്ത് മാത്രം, എന്നാലും വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ കൊന്ത ചെല്ലും. രാവിലെ 5:15 എണീറ്റിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊന്ത ചെല്ലിയിട്ടാണ് പിന്നെ ബാക്കി എല്ലാത്തിനും പോകുന്നത്. ഈ പുറമേ ഇങ്ങനെ ഒരുപാട് ഇതല്ലെങ്കിൽ എനിക്ക് നല്ല മാതാവിനോട് ഭയങ്കര വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ നേരത്തെയും. ഇപ്പോഴും അതുപോലെ തന്നെ യാതൊരു മാറ്റവുമില്ല. ഇപ്പോൾ കുറച്ചുകൂടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനകളിലും കാര്യങ്ങളിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അത് ദൈവം എന്നിൽ ഇടപെട്ടു എന്ന് എനിക്കൊരു ബോധ്യം വന്നു. ഓപ്പറേഷൻ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നുണ്ടായിരുന്നു. ആ ആരാധനയുടെ വലിയൊരു ശക്തി തന്നെയാണ് ഇപ്പോൾ എനിക്ക് പൂർണ്ണമായൊരു സൗഖ്യവും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഒത്തിരിയേറെ പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് 2 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുകയുണ്ടായി. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ തോന്നിയിട്ടില്ല. അത് ഞാൻ വിചാരിക്കുന്നത് പരിശുദ്ധ കുർബാന വലിയൊരു ശക്തിയും അതുപോലെ തന്നെ ഒത്തിരിയേറെ പേരുടെ പ്രാർത്ഥന, ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയുടെ വലിയൊരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്കിങ്ങനെ നിൽക്കുവാനായി സാധിക്കുന്നത്. അപ്പം ഞാൻ പുറകിലോട്ട് ചിന്തിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം, ഇതിലൂടെ ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിച്ചു എന്നുള്ള വലിയൊരു സന്തോഷം. നമ്മൾ പങ്കുവയ്ക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്ന് ഉറച്ച ബോധത്തോടെ എനിക്ക് പറയുവാനായിട്ട് സാധ്യമാകും. അപ്പം ഇത് കൊടുക്കുന്നതുകൊണ്ട് ആർക്കും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഉണ്ടാകത്തില്ല. നമ്മൾ മനസ്സുണ്ടായ തയ്യാറായാൽ മാത്രം മതി, ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഉറപ്പായിട്ടും ഉണ്ടാകും. ചാച്ചനോട് ചോദിച്ചു ഇതിന് തയ്യാറാകണോ എന്ന് ചാച്ചൻ എന്നോട് ചോദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഭയങ്കര ഭയമായിരുന്നു. പിന്നെ ഈ ഓപ്പറേഷനൊക്കെ പോകുമ്പോൾ അവിടെ ഒപ്പിട്ട് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം എൻ്റെ പെങ്ങളാണ് ആശുപത്രിയിലോട്ട് വരാൻ വേണ്ടിയൊക്കെ തീരുമാനിച്ചത്. പിന്നെ പെങ്ങൾക്ക് വരാൻ പറ്റാതെ വന്നു ചില സാഹചര്യങ്ങളെ കൊണ്ട്. പിന്നെ അമ്മയാണ് ആശുപത്രി വന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഭയമായിരുന്നു. പിന്നീട് ഞാൻ അമ്മയെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു ധൈര്യമായിരിക്കാൻ വേണ്ടി. അപ്പോൾ അമ്മയുടെ പൂർണ്ണ അനുഗ്രഹവും എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് അമ്മയ്ക്ക് ധൈര്യം പകർന്നു കൊടുക്കുവാനായിട്ട് സാധിച്ചു. പിന്നെ അമ്മയെ അത് സമ്മതിക്കുകയുണ്ടായി. 4 പിള്ളേരാണുള്ളത്. അതിൽ ഇളയവർ 2 പേരും അച്ഛനാകാൻ വേണ്ടിയിട്ട് സെമിനാരിയിൽ പോകും എന്നുള്ള ആ ഒരു ഇതിലാണുള്ളത്. 3-മത്തവൻ പറഞ്ഞത് ഞാൻ 10ൽ പരീക്ഷ എഴുതിയിട്ടുണ്ടല്ലോ, അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ എന്തായാലും സെമിനാരിയിൽ പോകും, എനിക്ക് അച്ഛനാകണം എന്നാണ് പറയുന്നത്. ഏറ്റവും കുഞ്ഞത് ഇപ്പം പറയും വക്കച്ചനച്ഛൻ്റെ പിന്നെ കിഡ്നി അല്ലേ അച്ചാച്ചന് കൊടുത്തത്, എന്നിട്ട് അച്ചാച്ചൻ്റെ കിഡ്നി വക്കച്ചനച്ഛനെ വെച്ചിരിക്കുമല്ലോ, അതുപോലെ എനിക്കും അങ്ങനെ കൊടുക്കണം എന്ന് ചെറിയവനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡോക്ടർമാർ പറഞ്ഞ ഓപ്പറേഷൻ മുമ്പ് തന്നെ പറഞ്ഞായിരുന്നു നല്ല വേദന ഉണ്ടാകുമെന്ന്. അതുപോലെ തന്നെ ഓപ്പറേഷൻ ഇതിനു മുമ്പ് ചെയ്ത അച്ഛനും എന്നോട് പറഞ്ഞായിരുന്നു ഭയങ്കര വേദന ഉണ്ടാകുമെന്ന്. പക്ഷേ ഇത്രമാത്രം വേദന ഉണ്ടാകുമെന്ന് അനുഭവിച്ചറിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ വേദന എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. പക്ഷേ ഈ വേദനയിലൂടെ കടന്നു പോയപ്പോഴും എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഈ ജൂലൈ 28-ാം തീയതി ലഭിക്കുകയുണ്ടായി. ആദ്യം എനിക്ക് ലഭിച്ച തീയതി 24-ാം തീയതിയായിരുന്നു. അതിനുശേഷം ആണ് ആശുപത്രിയിൽ നിന്ന് വിളിച്ചു വന്നവൻ 26-ാം തീയതി അല്ലെങ്കിൽ 28-ാം തീയതി, ഈ 2 ഡേറ്റിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി. അങ്ങനെയാണ് 28-ാം തീയതി തിരഞ്ഞെടുത്തത്. പിന്നീട് ഞാൻ അറിഞ്ഞത് അത് അൽഫോൻസാമ്മയുടെ തിരുനാളിൻ്റെ ദിവസമാണെന്നുള്ളത്. പക്ഷേ ഈ വേദനകൾ എനിക്ക് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ആ സഹനവും ഈശോയുടെ കുരിശിൽ കിടന്ന് ഈശോ അനുഭവിച്ച ഈ സഹനത്തോടെ എനിക്ക് ചേർത്ത് വയ്ക്കുവാനായിട്ട് സാധിച്ചതുകൊണ്ട് ഈ വേദന ഈ സഹനം അതൊരു വലിയ ബുദ്ധിമുട്ടായി എനിക്ക് തോന്നിയില്ല. ഈ കൂടുതൽ വിശ്വാസം ഉണ്ടായി എന്ന് പറയുമ്പം എൻ്റെ ശരീരത്തിലിപ്പം പ്രവർത്തിക്കുന്നത് ഒരു വളരെ ഏറെ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിരിക്കുന്ന ഒരു അച്ഛൻ്റെ കിഡ്നിയാണ്. ശരീരത്തിൻ്റെ ഒരു അവയവമാണ് എന്നിൽ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കൂടെ ശക്തിയിലായിരിക്കും ഞാൻ കൂടുതൽ വിശ്വാസത്തിലേക്കും അതിൽ ആഴപ്പെടാനും ഒരു കാരണമായത്.